മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളിച്ചമുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും നല്ല പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരൊന്നും നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭികളായ ശ്മശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കപ്പെടട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്ദേശവും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണ്ണമാകുന്ന സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകും. എല്ലാവും പകലും നിങ്ങളോടുകൂടെ സ്തുതി ചെയ്ത് ദുഷ്ടന്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ നിമിഷങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുവാൻ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ എടുത്ത തീരുമാനം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം കൂട്ടിയോജിപ്പിക്കുന്നതിന് സാക്ഷികളായി തീരുവാൻ നിങ്ങളെല്ലാവരും കടന്നു വന്നതുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ട നിമിഷം എന്ന് പറഞ്ഞത് കടന്നുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ എന്നാണ്. വേഷത്തിൽ മാത്രമല്ല, സാന്നിധ്യം കൊണ്ടും ആരാധനയിലെ പങ്കാളിത്തം കൊണ്ടും നിങ്ങൾ അത് അനുഗ്രഹമാക്കി തീർത്താൽ ഫലം ലഭിക്കുന്നതായിരിക്കും. ഈ ദേവാലയത്തിന്റെ മുമ്പിൽ ഞാൻ നോക്കുന്നിടത്ത് ഏതാനും പേര് മുടക്കി കൊത്തി വർത്താനൊക്കെ പറയുന്നത് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് അവരോട് മാറി നിൽക്കണം. ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുക. ഇവരുടെ 60ഉം അതിലുപരി 100 മടങ്ങ് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണിത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥതയോട് വിശുദ്ധിയോട് തുടർന്നുള്ള ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് മകനെയും മകളെയും മാത്രമല്ല, ഈ കൂദാശയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഇത് ശുദ്ധീകരിക്കും. നിങ്ങൾക്ക് വേണ്ടി അനേക പ്രാർത്ഥനകളായിട്ട് നടത്തുന്നു. അത് അനുഭവവേദ്യമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥതയെ ആഹ്വാനം ചെയ്യുകയാണ്. ലാഭമാണെങ്കിൽ തുടരുകയും ഞാനും കൈവിടുകയില്ല എന്ന് കർത്താവ് സഭയോട് പറയുന്നത് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയേണ്ടതായ സംഗതിയാണ്. മോഹത്തിലൂടെ കുടുംബം തകരുമ്പോൾ പരിശുദ്ധിയിലൂടെ കുടുംബജീവിതം ശ്രേഷ്ഠമായി തീരുവാൻ വിശുദ്ധിയുടെ പ്രതീകമായി
ഈ മക്കളായിത്തീരണം, നിങ്ങളുമായി തീരണം. നിലമ്പൂർ മേഖലയില് ഒരു എന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു, ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠമായ തീരുമാനം. അതുകൊണ്ട് ഇവരുടെ പരിശുദ്ധി, നിങ്ങളുടെ പരിശുദ്ധി നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഉറപ്പിച്ചതാണ് വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കണമേ. ആദ്യത്തെ രണ്ടക്ഷരം മാത്രമേ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അത് വിന. നമ്മുടെ കയ്യിലെല്ലാം കാണുന്നത് വിനയാണ്, ചെവിനയാണ്. ഞാൻ അല്പം കൂടെ ശ്രദ്ധിച്ചെങ്കിൽ ഇങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയും, ശരിയാ, ഞാനും അല്പം കൂടെ ശ്രദ്ധിക്കും. കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്താൻ അറിയാം. ആദാമിന്റെ ഹവ്വായുടേതായ സ്വഭാവം നമ്മൾ കിട്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മകനും മകളും കൂടി ചേരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരായിത്തീരുന്നത്, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിത്തീരുന്നത്. പ്രാർത്ഥന നിങ്ങളെ നയിക്കട്ടെ. ഒരു ശക്തിക്ക് നിങ്ങളെ വേർതിരിക്കുവാനായിട്ട് സാധ്യമല്ല. രണ്ടാമത്, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവിനെ ആയിരിക്കും. കർത്താവിനെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദിവസവും വേദപുസ്തകം വായിക്കും. കഴിയുമെങ്കിൽ ഒരുമിച്ചിരുന്ന് വേദപുസ്തകം വായിക്കും. വായിച്ചു കഴിയുമ്പോൾ ചോദിക്കണം, ഇതെന്ന് പറയുന്നത് ദിവസവും വേദപുസ്തകം വായിച്ച് ദൈവത്തിന്റെ വചനത്താൽ നയിക്കപ്പെടണം. ബുധനാഴ്ച ജീവിത പങ്കാളിക്ക് വേണ്ടിയും വെള്ളിയാഴ്ച ദൈവം തരുന്ന മക്കൾക്ക് വേണ്ടിയും. ഒന്ന്, ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ഉപവസിക്കണം. നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഉപവസിക്കണം. ഇല്ല, ഡൈവോഴ്സ് ആവണമെങ്കിൽ ഉപവസിക്കുകയും വേണം. കാരണം അവരൊരാളെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കണം. നിങ്ങളുടെ മക്കള് നിർബന്ധമായി അവരെ കൊണ്ട് വെള്ളിയാഴ്ച ഉപവസിപ്പിക്കും. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ കിട്ടും. ഇതിന്റെ ദശാംശം ദൈവത്തിനുള്ളതായിരിക്കും. അതായത് ദശാംശം സാധുക്കൾക്ക് കൊടുത്താൽ ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. പാട്ടി അണിഞ്ഞിരിക്കുന്ന സ്വർണം വൈകിട്ട് ശുശ്രൂഷയുടെ അവസാനത്തിൽ ഏതും തോട്ടം മറ്റത് എന്നുള്ള ഗീതം ചെല്ലുമ്പോൾ സ്തോത്രകാഴ്ച എടുക്കുന്നതായിരിക്കും. ഭദ്രാസന ബ്രഹ്മഭദ്രാസനമായാലും ശരി, ഇന്ന് കിട്ടുന്ന സ്തോത്രകാഴ്ച ഈ പള്ളിയിലെ അടുത്ത ഉപവാസത്തിലൂടെയും ശക്തിപ്പെടുന്ന കുടുംബം, ദാനധർമ്മത്തിലൂടെ ദൈവികരാക്കപ്പെടുന്ന കുടുംബം സഭയുടെ സമ്പത്താണ്. നിങ്ങൾ ഞായറാഴ്ച ആരാധനയിലൂടെ ഔദാസിക ജീവിതത്തിലൂടെ ഈ സഭയുടെ കൊമ്പിനെ ഉയർത്തിപ്പിടിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥനയെ സംബന്ധിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ടും വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുവാനാകണമേ. ഹോശോ ബഹുസ്വാ
രക്ഷേയം നല്ലവരം